നമസ്കാരം. എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിടിതല്ലു കിടക്കുന്നു ധരണിയിൽ ജയകുമാർ ശിവശിവ. ഞാൻ ഏത് ജയകുമാറിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ നിത്യഹരിത നായകനും നിത്യഹരിത ചീഫ് സെക്രട്ടറിയും അതുപോലെ കലാതിലകവും ഒക്കെയായി വാണരുളിയിരുന്ന നമ്മുടെ റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ജയകുമാർ IAS പറ്റിയാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് പുള്ളിയെ നിയമിച്ചു. അത് കഴിഞ്ഞ് അങ്ങയുടെ ശനിദശ ആരംഭിച്ചെന്നാണ് തോന്നുന്നത്. പിന്നീട് മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ട് കയറി അങ്ങ് മേയുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ യൂട്യൂബറായിരുന്ന ഷാജഹാനായിരുന്നു. ഷാജഹാൻ പറയുന്ന 60 വയസ്സായി കഴിഞ്ഞ റിട്ടയർ ചെയ്ത ഈ മനുഷ്യൻ ചീഫ് സെക്രട്ടറി ഇപ്പോൾ 73-74 വയസ്സായിട്ടും ഇങ്ങനെ ഗവൺമെൻറ് സർവീസിൽ തുടരുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പൃഷ്ഠം താങ്ങിയാണ് പുള്ളിയാണെന്നാണ് അങ്ങേര് പറയുന്നത്. അടുത്ത് നമ്മുടെ ജസ്റ്റിസ് റിട്ടയർഡ് കമൽ പാഷ, അദ്ദേഹം ഏതാണ്ട് ഈ രീതിയിൽ പറയുന്നതാണ്. ഇങ്ങനെ ഈ പൃഷ്ഠം താങ്ങിയൊന്നും പറഞ്ഞില്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല അവസരവാദിയാണ് ജയകുമാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത കൂടെ നമ്മുടെ TK മോഹൻദാസിൻ്റെ ആയിരുന്നു. പുള്ളി ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് അവസാനം രാജിവെച്ച് പോകാൻ മേലെ മാഷ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇതിലൊക്കെ ഇൻസൾട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങയുടെ മകൻ്റെ പ്രായമുള്ള ഇപ്പോഴത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ അശോക്, പുള്ളി എല്ലാ ചാനലുകളിലും വന്ന് ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ 80 വയസ്സ് വരെ സർവീസിൽ തുടരാനാണ് ഇങ്ങനെ പ്ലാന്. അവസാനം അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും. അതുമാത്രമല്ല, പുള്ളി പറയുന്നൊരു മെയിൻ പോയിന്റ്, പുള്ളി ഇപ്പോൾ ഇരിക്കുന്ന IMG ഡയറക്ടർ പോസ്റ്റ്, ജയകുമാർ സാർ ഇപ്പം 8 വർഷമായിട്ട് വഹിക്കുന്ന IMG ഡയറക്ടർ പോസ്റ്റ് വഹിക്കുവാനുള്ള എലിജിബിലിറ്റി പുള്ളിക്കില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടി ഒരു കോടതിയിൽ ഒരു കേസും IAS അസോസിയേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് കേഡർ IASകാർക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ് IMGയിലെ ഡയറക്ടർ പോസ്റ്റ്. അതിങ്ങനെ റിട്ടയർ ചെയ്ത് ഒരു 10-75 വയസ്സായിട്ടുള്ള മനുഷ്യൻ ഇരിക്കാനുള്ള പോസ്റ്റല്ല, അത് കേഡർ IASകാരുടെ പോസ്റ്റാണ്. അതിൽ റിട്ടയർ ചെയ്ത IASകാരെ ഇരുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ്. അതായത് അനിയത്തിയെ കാണിച്ചിട്ട് ചേടത്തിയെ കെട്ടിക്കുന്നൊരു പരിപാടിയാണ് ഇതിൽ കൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്, അശോക് സാർ പറയുന്നത്. ഏതായാലും ശരശയ്യയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ പോലെയാണ് ഇപ്പോൾ ശബരിമലയിൽ ജയകുമാർ സാർ നിലകൊള്ളുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജയകുമാർ സാർ ഏതാണ്ട് 6 മാസമായി ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നുള്ളൂ. അതിനുശേഷം പുള്ളി 5 കൊല്ലം മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പുഷ്കലമായ കാലഘട്ടം എന്ന് പറയുന്നത് UDFൻ്റെ ഭരണകാലം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് തൊട്ട് അങ്ങനെ നല്ല മെയ്വഴക്കമുള്ള, ഏറ്റവും നല്ല മെയ്വഴക്കമുള്ള സെക്രട്ടറി എന്ന് പ്രശസ്തനായിരുന്നു. കാരണം മന്ത്രിമാരുടെ അടുത്തൊക്കെ വളരെ വിനയാന്വിതനായി നിൽക്കാനും എപ്പോഴും ചിരിയോടുകൂടി നിൽക്കാനും പ്രത്യേക സാമർഥ്യമുണ്ടായിരുന്നുള്ള സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഈ വന്ന ഡിപ്പാർട്ട്മെൻ്റൽ മീറ്റിങ്ങുകളിലൊക്കെ മന്ത്രിയും കാണും. ആ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വിധേയൻ സിനിമയിൽ പട്ടേലരുടെ അടുത്ത് തൊമ്മി നിൽക്കുന്ന ഒരു നിൽപ്പാണ് ഈ സെക്രട്ടറി നിന്നിരുന്നത്. മറ്റ് സെക്രട്ടറിമാരൊക്കെ സാധാരണ കുറേയും കൂടിയൊക്കെ നെഞ്ചു വിരിച്ച് IASൻ്റെ ആ ഗമയൊക്കെ കാണിച്ച് മന്ത്രിമാരുടെ അടുത്ത് നിൽക്കുകയുള്ളൂ. പക്ഷേ പുള്ളി അതിലൊക്കെ വലിയ എളിമയുള്ള ആളായിരുന്നു. പക്ഷേ പുള്ളിയുടെ എളിമയെന്ന് പറയുന്നത് അങ്ങയുടെ ഒരു ടെക്നോളജി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാമിനിയോ എന്ന് പാടിയ കവിയാണ്, പാടിയ ഗാനരചയിതമാണ്. സുന്ദരമായ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ചന്ദനലേപം എപ്പോഴുമുണ്ട്. അതാരെ, ഏത് അധികാരിയെ എപ്പോഴും ഏത് ഇൻറ്റൻസിറ്റിയിൽ എവിടെ വെച്ച് എങ്ങനെ തിരുമണമെന്നുള്ളത് പുള്ളിക്ക് വലിയ വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ ഈ ഡോക്ടർ അശോക് പറയുന്നത്, തിരുമ്മൽ വിദഗ്ധന്മാർക്ക് മാത്രമേ റിട്ടയർമെൻറ്റ്
പ്രായം കഴിഞ്ഞ് 5, 8, 10, 12 വർഷം സർവീസിലിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ അശോക് പറയുന്നത്. അതിൽ നമ്മൾ സമ്മതിക്കണം, ഈ ചന്ദന ലേപം കൊണ്ട് തിരുമുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ 2-3 വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനം ഒരേ സമയം അങ്ങനെ കൈകാര്യം ചെയ്യുക. പ്രധാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സസിൻ്റെ 3 സെക്രട്ടറി സ്ഥാനം വരെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനുള്ള താല്പര്യം കൊണ്ടാണല്ലോ ആ 3 സെക്രട്ടറി സ്ഥാനം ഒരുമിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. മറ്റു സെക്രട്ടറിമാരൊന്നും അങ്ങനെ 2-3 വകുപ്പ് ഒരുമിച്ച് എടുക്കത്തില്ല. പ്രത്യേകിച്ച് ഹോം സെക്രട്ടറി എന്ന് പറയുന്നത് മറ്റൊരു വകുപ്പുകളും എടുക്കത്തില്ല. കാരണം അതിലെത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വകുപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുതാര്യ കേരളം TV പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ അതിൽ പബ്ലിക്കുകളുടെ സെലക്ട് ചെയ്ത അപേക്ഷകരുടെ ഗ്രീവൻസസ് കേൾക്കുകയും അതിന് ഉള്ള സൊല്യൂഷൻസ് പുള്ളി നൽകുകയുമാണ് ചെയ്തിരുന്നത് ആ പരിപാടിയിൽ. അതിൽ ഈ പരാതിക്കാരുടെ പരാതിയൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് സാധാരണ ഒരാൾ, അത് ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുടെ പരിപാടികളൊന്നും സീനിയർ സെക്രട്ടറിമാരൊന്നും ഇരിക്കത്തില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ പരിപാടിയിൽ അന്ന് ഹോം സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തന്നെ നല്ലൊരു വിനീതനായ ഒരു വിദ്യാർത്ഥിയുടെ മട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ അപേക്ഷകരുടെ പരാതികളൊക്കെ വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെ കുറേ സുതാര്യ കേരളം പരിപാടി കുറേ ആഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്ത്രപരമായിട്ട് ഈ ചന്ദനലേപം ഒക്കെ ഉമ്മൻചാണ്ടിയൊക്കെ ഇട്ട് തിരുമ്മി അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം വേക്കൻ്റ് വരുന്നത്. അദ്ദേഹം ജയകുമാർ സാറ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തിന് എലിജിബിൾ അല്ലായിരുന്നു. കാരണം അങ്ങേരെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ഒരാൾ ജോസ് റിയക് അന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം ജയകുമാറിന് കിട്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ജോസ് റിയക് അവിടെ തുടർന്നു. 6 മാസം ജയകുമാർ ഇവിടെ ചീഫ് സെക്രട്ടറിയായി. ഉമ്മൻചാണ്ടി സീനിയറായിട്ടുള്ള ആൾ തന്നെ ചീഫ് സെക്രട്ടറി ആകണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കെ ജയകുമാർ IAS ഒരു ചീഫ് സെക്രട്ടറി ആകാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ തിരുമലൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണോ 6 മാസം കെ ജയകുമാർ ചീഫ് സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോഴിതാ കിടക്കുന്നു, അടുത്ത പോസ്റ്റ് വരുന്നു. മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പോസ്റ്റ് എന്ന വേക്കൻ്റാണ്. അദ്ദേഹം വേറെ ആരോ വഴിയൊക്കെ ശുപാർശ ചെയ്യിച്ചു ഉമ്മൻചാണ്ടിയുടെ. അത് ഉമ്മൻചാണ്ടി അനുഗ്രഹിച്ചു കൊടുത്തു. മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ശരിക്കും വൈസ് ചാൻസലറിൻ്റെ ഓഫീസിൻ്റെ അടുത്തൂടെ പോകാനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനില്ല. കാരണം വൈസ് ചാൻസലറുടെ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ PhD ഉണ്ടായിരിക്കണം, പിന്നെ 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു 5 പേരെങ്കിലും ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റിൻ്റെ കീഴിൽ PhD എടുത്തിരിക്കണം. ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് കുറേ ഫയൽ ഉന്തിയതല്ലാതെ ഞങ്ങൾക്ക് PhD ഇല്ല, ടീച്ചിങ് എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും അതിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് കരുണ കാണിച്ചു. അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കി. അങ്ങനെ തിരൂരിൽ 5 കൊല്ലം വൈസ് ചാൻസലറായിട്ട് പുള്ളി വിരാജിച്ചു. അപ്പം അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ ശബരിമല ഹൈ പവർ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റുമായിട്ട്, ഹൈ പവർ സെക്രട്ടറിയുടെ ചെയർമാനുമായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹം ഒരു ആവറേജ് അഡ്മിനിസ്ട്രേറ്റർ എന്നേ പറയാനുള്ളൂ, അല്ലാതെ വലിയ നൈപുണ്യം കാണിച്ചൊരു അഡ്മിനിസ്ട്രേറ്റർ ഒന്നും അല്ല. ഈ വൈസ് ചാൻസലറായിട്ട് തന്നെ അവിടെ എന്തോക്കെ കുറേ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ശബരിമല തന്നെ പുള്ളി ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്വീഡിഷ് ടെക്നോളജിയിൽ കൊണ്ടുവന്ന് ഏതാണ്ട് 30 കോടി രൂപ അതിന് മുതൽ മുടക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ആ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരിക്കലും സക്സസ്ഫുൾ ആയില്ല. ഇപ്പോഴും അതിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല പച്ചരി തിളപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെയാണ് അതിൽ ട്രീറ്റ് ചെയ്ത വെള്ളം വരുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും 10-25 കോടി രൂപ അതിനുവേണ്ടി തൊലച്ചു. അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. അതുപോലെ ഒരു ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കി. ആ ക്യൂ കോംപ്ലക്സ് ഏതാണ്ട് 10 കോടി രൂപയുടേതാണെന്ന് പറയുന്നത്. അതുകൊണ്ടും കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് മാറി. അത് കഴിഞ്ഞ് പിണറായിയുടെ ഗവൺമെൻറ് വന്നു.
പുള്ളി ഈ ചന്ദനലേപം കൊണ്ട് തിരുമ്പുന്നതിൽ വിദഗ്ധനായതുകൊണ്ട് അവിടെയും ഇടതുപക്ഷത്തിലും നല്ലപോലെ തിരുമ്പി പുള്ളിയുടെ IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന IMGയുടെ ഡയറക്ടറായിട്ട് പുള്ളിയെ നിയമിച്ചു. അതിൽ 8 വർഷമായിട്ട് പുള്ളി തുടരുകയാണ്. ഒരു മാസം ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം തന്നെയാണ് പുള്ളിക്ക് അത് കൊടുക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ഈ IMGയുടെ ഡയറക്ടർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്ന ഒരു മാസം. IMG എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു. ഈ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഒരു വെടിവഴിപാട് പോലെയുള്ള പരിപാടിയാണ്. ഈ ട്രെയിനിങ് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, അതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഇതൊന്നും ഗവൺമെൻറ് അസസ് ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ജൂനിയർ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റാണ് ഈ IMGയുടെ ഡയറക്ടർ പോസ്റ്റ്. അവിടെ കുറേ റിസർച്ച് ഫെലോകളൊക്കെ ഉണ്ടാകും. അവരാണ് ട്രെയിനിങ്ങിനുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ അതിലും വലിയ ഈ ചീഫ് സെക്രട്ടറി ഇരിക്കേണ്ട പോസ്റ്റൊന്നും അല്ല ഇത്. ചീഫ് സെക്രട്ടറിയുടെ എക്സ്പെർട്ടൈസ് ഒട്ടും തന്നെ ആവശ്യമില്ല. ഒരു സെക്രട്ടറിയുടെ എക്സ്പെർട്ടൈസ് പോലും ആവശ്യമില്ലാത്ത ഒരു പോസ്റ്റാണിത്. ഞാൻ പറഞ്ഞാൽ ഒരു ജൂനിയർ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ എക്സ്പെർട്ടൈസേ അവിടെ ശരിക്കും ആവശ്യമുള്ളൂ. നേരത്തെ ഒന്നും അവിടെ അങ്ങനെ ഫുൾ ചാർജിലെ ഡയറക്ടർമാരെ നിയമിച്ചിട്ടുമില്ല. ഒരു 10 പൈസ മുടക്കില്ലാതെയാണ് ഗവൺമെൻറ് ഡയറക്ടർ പോസ്റ്റ് ഓടിച്ചിരുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൽ വേറെ ഏതെങ്കിലും വകുപ്പിൻ്റെ ഒരു ജൂനിയർ സെക്രട്ടറിക്ക് ഇതിൻ്റെ അഡീഷണൽ ചാർജ് കൂടെ കൊടുക്കും. ആ ആളെ ഈ സെക്രട്ടേറിയറ്റിലെ പണി കഴിഞ്ഞ് ഇവിടെ 1-1.5 മണിക്കൂർ ഇരിക്കും. കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഫയലുകളൊക്കെ ഒപ്പിട്ട് പോവുകയുള്ളൂ. ആ സ്ഥാനത്താണ് അങ്ങനെ എത്രയോ വർഷങ്ങൾ AMG നടന്നതാണ്. അവിടെയാണ് ഈ 4 ലക്ഷം രൂപ ഒരു മാസം ഇദ്ദേഹത്തിന് കൊടുത്തോട്ട് അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് നിയമിച്ച് അങ്ങനെ പിന്നെ അവിടെ ഇതുപോലെ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ട്രെയിനിങ്ങിന് വരുന്നവർക്കൊക്കെ ഒരു ഊണ്, ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു ഊണ് കൊടുക്കണം. ചിക്കൻ കറി സാമ്പാറും ഒക്കെ കൂട്ടി. അതിനുവേണ്ടി ചാല മാർക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു ദിവസം ഒരു 100 കിലോ ചിക്കനും പച്ചക്കറികളൊക്കെ മേടിക്കണം. അതൊക്കെ ആയിരിക്കും ഈ ഡയറക്ടറുടെ മെയിൻ പണി. അതിനുവേണ്ടിയാണ് ഈ 4 ലക്ഷം രൂപ കൊടുത്ത് ഒരു ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ ഒരാളെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 8 കൊല്ലം വളരെ സുഖമായിട്ട് അവിടെ ഉണ്ടുറങ്ങി കടവിറങ്ങി സർക്കാർ വണ്ടിയൊക്കെ ആയിട്ട് IMG ഡയറക്ടറിൻ്റെ പദവിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ ഡോക്ടർ അശോക് പാഷാണത്തിൽ കൃമി, പുള്ളിക്കൊരു അസുഖം തോന്നി, ഇങ്ങനെ ഇതിന് എലിജിബിൾ അല്ല എന്നും പറഞ്ഞ് പുള്ളി കോടതിയിൽ കേസ് കൊടുത്തു. സംഗതി ശരിയാണ്. കേഡർ IAS പോസ്റ്റാണ്. അവിടെ റിട്ടയർ ചെയ്തവർക്ക് ഇരിക്കാനുള്ള പോസ്റ്റല്ല. ആ കേസിൻ്റെ വിധി ഇപ്പം പെൻഡിങ് ആണ്. അതെപ്പോഴും വരുന്നു. അപ്പം ഈ പുള്ളിക്കാണെങ്കിൽ ആകെപ്പാടെ 74 വയസ്സേ ആയുള്ളൂ. ഇനി എത്രയോ കൊല്ലം സർവീസിൽ തുടരാനുള്ള പ്രായമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴേലാണ് പുള്ളി അറിഞ്ഞു ഇതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ഒരു വേക്കൻസി വരുമെന്നുള്ളത് പുള്ളി അറിഞ്ഞു. ഏതായാലും ഇത്രയും കൊല്ലം സർവീസ് ഇരിക്കുക, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 13 വർഷം തുടർച്ചയായിട്ട് ബ്രേക്ക് ഇല്ലാതെ സർവീസ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ കൊടുക്കാവുന്ന ഒരു വലിയ അത്ഭുത സംഭവമാണ്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ മസൂറിയിലെ IAS കുഞ്ഞുങ്ങൾക്ക് കേസ് സ്റ്റഡിക്കായിട്ട് വെക്കാവുന്ന ഒരു മാറ്ററുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വലിയ സംഭവമാണ്. വേറെ ഇന്ത്യയിൽ തന്നെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 13-14 വർഷം ഇങ്ങനെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനില്ല. അല്ല ഇത് അതും 8 വർഷം IMGയിൽ ഒരു പണി കാര്യമായിട്ടൊരു പണിയില്ല. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു സെക്രട്ടറിക്ക് ചെയ്യാനുള്ള പണി പോലും ഇല്ല. അവിടെ ഒരു ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾക്ക് ഒരു ജൂനിയർ കോളേജിലെ പ്രിൻസിപ്പളിന് എന്താ ഇത്ര വലിയ പണി? അത്രയും പണിയുള്ളൂ. അതിനാണ് ഒരു വർഷം ഒരു മാസം 4 ലക്ഷം രൂപ വെച്ച് ഒരു വർഷം ഏതാണ്ട് 50 ലക്ഷം രൂപ. 8 കൊല്ലമായപ്പോൾ 4 കോടി രൂപ അദ്ദേഹത്തിന് ഈ IMGയുടെ ഡയറക്ടറായിട്ടിരുന്ന ഈ പാവം സംസ്ഥാനം, ഏതാണ്ട് 6 ലക്ഷം കോടി രൂപ കടമുള്ള സംസ്ഥാനം ഇദ്ദേഹത്തിന് ഉണ്ടുറങ്ങാൻ വേണ്ടി ഏതാണ്ട് 4 കോടി രൂപ കഴിഞ്ഞ് 8 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ശമ്പളം മാത്രമാണ്, ബാക്കി ചിലവുകളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് പുള്ളി സുഖമായിട്ട് കഴിയുന്നു. ഇങ്ങനെ ഒരു കേസ് മാത്രമേ പുള്ളിക്കെതിരെ ഉള്ളൂ. അതൊന്നും പബ്ലിക് അറിഞ്ഞിട്ടുമില്ല. ആ സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഡിക്ലറേഷന് മുമ്പ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരിപാടിയുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ അതിനുവേണ്ടി ഒരു കേളികൊട്ട് നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രശംസിച്ചുകൊണ്ട് ആരെക്കൊട്ടെങ്കിലും ഒരു കേളികൊട്ട് നടത്തിക്കും. ഇപ്രാവശ്യം അതിന് വന്നത്
അദ്ദേഹം നമ്മുടെ ജയകുമാർ സാറാണ്. അദ്ദേഹം ഒരു 1-2 മാസം മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചുകൊണ്ട് ഒരു റീലിറക്കി. ആ റീലിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാനിന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം വിശദമാക്കിക്കൊണ്ടുള്ള ഒരു റീലായിരുന്നു അതിൽ പറയുന്നത്, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ അനിഷേധ്യമായ പങ്ക് വഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും സാധാരണ മനുഷ്യനോടൊപ്പം നിൽക്കാൻ മലയാളിയെ പ്രേരിപ്പിച്ചത് കമ്മ്യൂണിസമാണ്. അധികാരവും സമ്പത്തും ഇല്ലാത്ത മനുഷ്യരെ എന്നും അധസ്ഥിതരായി കിടക്കാൻ പ്രേരിപ്പിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ ഉടച്ചു വാർക്കുന്ന സ്വപ്നം കാണാൻ കഴിയുമെന്ന് അവസരം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സംഭാവനയാണ്. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു ഗണഗീതം പാടിയാണ് അദ്ദേഹം പുതിയ പരിപാടി ആരംഭിച്ചത്. ഈ റീല് വളരെ പേര് കണ്ടു, വളരെ പേര് പ്രശംസിച്ചു, വളരെ പേര് ചീത്ത പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ 9.5 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെപ്പറ്റി പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 9.5 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, അവരുടെ അഴിമതി, അക്രമം, കെടുകാര്യസ്ഥത, ഇതുകൊണ്ടെല്ലാം ജനം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി കമ്മ്യൂണിസത്തെ പറ്റി ഈ വാഴ്ത്തുപാട്ട് പാടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പുള്ളിയുടെ ജനം ഈ ജയകുമാറിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് സമമായി തീർന്നു. കാരണം ജനം എത്രയോ മടുത്തിരിക്കുന്നു. ഇവരുടെ അസഹിഷ്ണുത, ഇവരുടെ അക്രമം, ഇവർ ഇത് വേണ്ടെന്നാണ്. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്ന ഒരു ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെയും വഴിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ശരിക്കും പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഒരു PR വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം അതിൽ കൂടി ചെയ്യുന്നത്. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരിൽ നിന്ന് പ്രയോജനങ്ങളൊന്നും കിട്ടാത്ത, അവരുടെ സഹായങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു IAS ശരി. അതുമല്ല, ഇങ്ങനെ സർവീസിൽ ഇരിക്കുമ്പോഴാണ് പറയുന്നത് ഇയാൾ ഇപ്പോഴും പബ്ലിക് സർവൻ്റാണ്. ഏതായാലും അതോടുകൂടി ഇത് കേട്ട് പിണറായി രോമാഞ്ചം കൊണ്ടു. പിണറായിക്ക് മനസ്സിലായി തന്നെ ഇത്രയും ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പറ്റുന്ന ഈ സാറിനെ, ശബരിമല അയ്യപ്പനെ നെയ്യഭിഷേകം ചെയ്യാൻ ഏറ്റവും പറ്റിയ എക്സ്പേർട്ടാണെന്ന് മനസ്സിലായി. ഉടനെ പുള്ളിയെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. പുള്ളിക്ക് സന്തോഷം. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സമയം മോശമായി തീർന്നെന്ന് തോന്നുന്നു. ആദ്യം കോൺഗ്രസ്സുകാരെ തലയിൽ കൈവച്ച് ഇങ്ങനെ ശപിക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊണ്ട് കൂമ്പടഞ്ഞു പോകേണ്ട ഒരു IASകാരനായിരുന്നു ഇദ്ദേഹം. അതിന് അഡീഷണൽ കൂമ്പ് വെച്ച് ചീഫ് സെക്രട്ടറിയാക്കി മാറ്റിയത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ നേതാവാണ്, ഉമ്മൻചാണ്ടിയാണ്. അതുപോലെ വൈസ് ചാൻസലറാകാനായിട്ട് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത മനുഷ്യനെ വൈസ് ചാൻസലറായി 5 കൊല്ലം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടുറങ്ങാനും അതും അനുവദിച്ചത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ മറന്നിട്ട് ഈ ജയകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഈ ഇലക്ഷൻ്റെ ടൈമിൽ വാഴ്ത്തുപാട്ട് പാടി ഗണഗീതം പാടിയത് എത്രയോ ലജ്ജാകരമാണെന്നാണ് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളെ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നയാളാണ് എന്നാണ് ഈ ജയകുമാറിനെ പറ്റി പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, കോൺഗ്രസ്സുകാർ പറയുന്നതാണ്. പുതുപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയുടെ കല്ലറയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് തേങ്ങിക്കരഞ്ഞെന്നാണ് പറയുന്നത്. എടോ ബ്രൂട്ടസെ താനും എന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞെന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു ശാപമൊക്കെ ആയിരിക്കും ഇപ്പോഴീ നാട്ടുകാരെല്ലാം ഇങ്ങനെ കയറി മേയാനുള്ള കാരണം. ഞാൻ ജയകുമാർ സാറിനോട് പറയുന്നത്, ഇതുകൊണ്ടൊന്നും ജയകുമാർ സാർ നിർത്തരുത്. ഇപ്പോഴേ സാർ ഇവരെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ പ്രശംസിച്ചെങ്കിലും വലിയ പ്രയോജനമൊന്നും വരുമായിരുന്നു സാറിന് തന്നെ മനസ്സിലായി കാണുമല്ലോ. മിക്കവാറും അടുത്ത ഏപ്രിലിൽ കോൺഗ്രസ്സുകാർ വീണ്ടും ഭരണത്തിൽ വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ സാറിനെ ചിലപ്പോൾ അവിടെ നിന്ന് എടുത്ത് തെറിപ്പിച്ചു കളയും. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യുക, സാറ് നമ്മുടെ BJPയുടെ പ്രസിഡന്റ്
അദ്ദേഹത്തോട് പോയി കാണ്. കുടജാദ്രിയിലൊക്കെ കുടജാദ്രിയൊക്കെ എഴുതിയ ആളാണെന്ന് പറ. ഒരു ഹൈന്ദവ മുഖം സാറ് കാണിക്ക്. നമുക്ക് 5 വർഷം എവിടെയെങ്കിലും ഗവർണറായിട്ടിരിക്കണം. 74, 5, ഒരു 79, 80 വയസ്സ് വരെ നമുക്ക് ഗവർണറായിട്ടിരിക്കാം. നമുക്കതിലിപ്പോൾ ഇടതിൻ്റെ സ്നേഹമൊക്കെ ഇവിടെ കിടക്കട്ടെ, പിന്നെ നമ്മുടെ ഹൈന്ദവ ആ മൂല്യം നമുക്കെടുക്കാം. ഒരു 80 വയസ്സ് വരെ എങ്ങനെ അവിടെ ഇരിക്കാം, സുഖമായിട്ട് വാഴാം. അത് കഴിഞ്ഞ് വലിയ ആചാരവടിയൊക്കെ കിട്ടുവാണെങ്കിൽ അതുമായിട്ട് നമുക്കിങ്ങ് പോരാം. എന്നാലും സാറേ, ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ ഉമ്മൻചാണ്ടി സാറാണ് അങ്ങേക്ക് തേങ്ങ തന്നത്. ആ തേങ്ങ തന്നവനെ തൊണ്ടുകൊണ്ട് എറിയരുത്.